ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക് 1857 റിവോൾട്ട് ആണ്. നമ്മളിപ്പോ PSC എക്സാംസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് 1857 റിവോൾട്ട്. ഇപ്പോ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീഡേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. അവര് ഏത് പ്രൊവിൻസിൽ നിന്നാണ്, അവരുടെ ലീഡർഷിപ്പ് ഏത് പ്രൊവിൻസിലാണ്, അത് ഇമ്പോർട്ടന്റ്. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കും. ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാംസ് ചോദിക്കണം, അതിന് ഇമ്പാക്ട് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ 1857 പൊളിറ്റിക്കൽ ഇമ്പാക്ട് എന്താണ്, അപ്പൊ അതൊക്കെ അത് നല്ല രീതിയിൽ ഡെപ്തിൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ദ റിവോൾട്ട് ഓഫ് 1857 ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഇറ്റ് ഈസ് വിസിബിൾ? യെസ്. So 1857, the Great Revolt, the first war of independence. ആദ്യം ഈ നമ്മളിപ്പോ ഒരു ഹിസ്റ്ററിയില് ഏതെങ്കിലും ഒരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അതിന് ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതും വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഹിസ്റ്റോറിയൻസും വ്യത്യസ്തതയോടെ ആയിരിക്കും ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ റിവോൾട്ടിന് നല്ല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തത് ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് ആയിരിക്കും. പക്ഷെ ഇന്ന് എന്താ പറയാ, ഈ റിവോൾട്ട് അത്ര വലിയ മെച്ചമായിട്ടൊന്നും അല്ല എന്നൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഹിസ്റ്റോറിയൻസ് ആയിരിക്കും. Okay, different opinion regarding the revolt. The Disraeli ആണ് ഇതൊരു നാഷണൽ റിവോൾട്ട് ആണെന്ന് പറഞ്ഞത്. ജോൺ സീലെ ആണ് ഇതൊരു സിപ്പോയിഡ് മ്യൂട്ടണി ആണെന്ന് പറഞ്ഞത്. TR ഹോംസ് പറഞ്ഞ എന്താണ്? It was a struggle between the civilized and uncivilized person. പരിഷ്കൃതരും അപരിഷ്കൃതരുമായിട്ടുള്ള അവരുടെ ആ ഒരു സ്ട്രഗിൾ ആണ് എന്നാണ് പറഞ്ഞത്. വിനായക ദാമോദർ സവർക്കർ അദ്ദേഹം പറഞ്ഞത് ഒരു ഫസ്റ്റ് വോർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് നാഷണൽ ഇൻഡിപെൻഡൻസ് ആണെന്നാണ് പറഞ്ഞത്. The revolt of 1857 was first national independence. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് മെയ് 9th 1857 മീറത്തിൽ വെച്ചിട്ടാണ് ഈ വിപ്ലവം പുറപ്പെടുവിച്ചത്. ഓക്കെ, കാരണം അവരുടെ റൈഫിളിനകത്ത് ലോഡ് ചെയ്തില്ല, ന്യൂ കാർട്ടേജ് ഒന്നും ലോഡ് ചെയ്തില്ല. കാരണം എന്താണ്? റൂമറാണ്. അത് ഏത് റൂമറാണ്? റിലീജിയൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂമറാണ്. A rumor had spread that the new cartage contained the fat of cow and pig. അപ്പം ഏത് റിവോൾട്ട് എടുത്തു നോക്കിയാൽ അതിനകത്തൊരു റിലീജിയസ് എലമെന്റ് കാണും. ഈ റൂമറിന്റെ പ്രധാനപ്പെട്ട റിലീജിയസ് എലമെന്റ് എന്ന് പറയുന്നത് ആ ഒരു കാർട്ടേജ്, റൈഫിളിനകത്ത് യൂസ് ചെയ്ത കാർട്ടേജ് പശുവിന്റെയും പിഗിന്റെയും ഫാറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഹിന്ദുക്കളുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൗ എന്ന് പറയുന്ന ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു സീക്രട്ട് ആയിട്ട് അവര് കണക്കാക്കുന്ന ഒരു ആനിമൽ ആണ്. മുസ്ലിംസിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ പിഗ് മീറ്റ് എന്ന് പറയുന്നത് ഒരു ഹറമാണ്. ഓക്കെ, അപ്പൊ അവരുടെ മത വികാരം വ്രണപ്പെടുത്തി. ഓക്കെ, എന്താണ് ഈ റിവോൾട്ടിന്റെ കാരണങ്ങൾ? അതിനകത്ത് പൊളിറ്റിക്കൽ കോസസ് വരും, സോഷ്യൽ കോസസ് വരും, റിലീജിയസ് മതപരമായിട്ടുള്ള കോസസ് വരും, ഇക്കണോമിക്കൽ സാമ്പത്തികപരമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കോസസ് അല്ലെങ്കിൽ മിലിറ്ററി കോസസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ പൊളിറ്റിക്കൽ കോസസിനകത്ത് വരുന്നത് ലോർഡ് ഡെൽഹൌസിയുടെ ആ ഒരു പോളിസി ഓഫ് അനക്സേഷനും ഡോക്ട്രിൻ ഓഫ് ലാബ്സും ആണ്. അവർ കുറെ പ്രൊവിൻസുകളൊക്കെ പിടിച്ചെടുത്തു, അല്ലെങ്കിൽ ലീഗൽ ഹെയർ എന്ന് വെച്ചാൽ പുത്രനൊന്നും ഇല്ലാത്തവർക്ക് എന്ന് വെച്ചാൽ അവകാശികൾ ഇല്ലെങ്കിൽ ആ പ്രൊവിൻസ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ത്യൻ റൂളേഴ്സ് ഭയങ്കര ദേഷ്യത്തിലായി, അവര് ഭയങ്കര ഇൻസെക്യൂർ ആയി. അപ്പൊ അതിന്റെ ഒരു പീക്ക് പോയിന്റിൽ അവരുടെ സൈക്കോളജി പരമായിട്ടുള്ള ആ ഒരു വികാരം പീക്ക് പോയിന്റിൽ എത്തിയപ്പോഴാണ് ഒരു അവസരം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത്, ആ ഒരു ഈവന്റ് കിട്ടിയത്. അതാണ് ആ ഒരു 1857 റിവോൾട്ട്. ദാറ്റ് വാസ് ദ പൊളിറ്റിക്കൽ കോസസ്. ഈ ഝാൻസി റാണി ഉണ്ടല്ലോ, റാണി ഓഫ് ഝാൻസി ലക്ഷ്മി ബായി, ഓക്കെ, അവർക്ക് പോലും എന്താണ് ആ ഒരു സൺ അഡോപ്റ്റ് ചെയ്യാൻ പോലും അവര് സമ്മതിച്ചില്ല. ഓക്കെ, പിന്നെ ലീഗൽ ടൈറ്റിൽസ് ഉണ്ടല്ലോ, നവാബ് ഓഫ് കർണാടക, തഞ്ചാവൂർ, അവരുടെ ലീഗൽ ടൈറ്റിൽസ് ഒക്കെ ഇവര് അബോളിഷ് ചെയ്തു. ഇമ്പീരിയൽ ടൈറ്റിലായി മുഗൾ എംപറർ, ലാസ്റ്റ് മുഗൾ എംപററായ ബഹദൂർ ഷാ സെക്കൻഡിനെ ഒക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തു അവർ ടൈറ്റിൽ, ഇമ്പീരിയൽ ടൈറ്റിൽസ് ഒക്കെ. നാനാ സാഹിബ് എന്ന് വെച്ചാൽ പെഷ്വ ബാജിറാവു സെക്കൻഡിന്റെ അഡോപ്റ്റഡ് സൺ ആണ്. അദ്ദേഹത്തിന്റെ പെൻഷൻ പോലും ഇവര് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇത്രയും കാരണം വർഷമായിട്ട് നിന്ന് അപ്പോഴാ ഒരു എന്താ പറയാ സാഹചര്യം ഒത്തു വന്നത്. ഓക്കെ, റാണി ഝാൻസി ഒക്കെ ഉണ്ടേ, കണ്ടാ റാണി ഝാൻസിയാ. മുസ്ലിം ഫീലിങ്സ് എന്ന് വെച്ചാൽ ബഹദൂർ ഷാ സെക്കൻഡിന്റെ
ഡെത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ലീഗൽ ടൈറ്റിൽസും കാര്യങ്ങളും മുഗൾ പാലസസ് പോലും എന്ന് വെച്ചാൽ റെഡ് ഫോർട്ടിൽ നിന്ന് കുത്തബ് മിനാറിലോട്ട് അവര് പാലസ് പോലും മാറ്റുകയാണ്. അപ്പൊ ലോർഡ് ക്യാനിങ് അപ്പോഴത്തേക്ക് അതുപോലെ ആ മുസ്ലിം ഫീലിങ്സ് അല്ലെ മുഗൾ എംപയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മുസ്ലിംസിന് ഭയങ്കര ഫീലിങ്സ് ആണ്. അപ്പൊ അതുപോലും അവരുടെ ആ ഒരു ഫീലിംഗ് പോലും ഹേർട്ടായി, ഭയങ്കര ഹേർട്ടായി. ഓക്കെ, ദ റിവോൾട്ട് ഓഫ് 1857 സോഷ്യൽ കോസസ് റിലീജിയസ് കോസസും ഉണ്ട്. ഇതിനകത്ത് വരുന്ന സോഷ്യൽ കോസസ് ഓക്കെ. സോഷ്യൽ കോസസ് ബ്രിട്ടീഷർ ഭയങ്കര റൂഡായിരുന്നു, ഭയങ്കര അബ്യൂസീവ് ആയിരുന്നു, അല്ലെങ്കിൽ ഇൻസൾട്ടീവ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. നിങ്ങൾ ഭയങ്കര അപരിഷ്കൃതരാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻസിനെ വളരെ രീതിയിൽ അവര് ഇൻസൾട്ട് ചെയ്തിരുന്നു. നമ്മുടെ മതത്തിന്മേൽ തൊട്ട് കളിച്ചാൽ അപ്പോഴത്തെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് റിവോൾട്ട് ഉണ്ടാകുന്നത്. അപ്പൊ സതി പ്രാക്ടീസ് ഒക്കെ അബോളിഷ് ചെയ്തു. അപ്പൊ എന്താണ് യൂറോപ്യൻസ് നമ്മുടെ മതത്തെ ഇന്റർഫിയർ ചെയ്തു. അപ്പം ഇതും ഒരു പ്രശ്നമാണ്. പിന്നെ ചൈൽഡ് മാരേജ്, ഇൻഫാന്റിസൈഡ്, പോളിഗമി ഒന്നും അലോ ചെയ്തില്ല. യൂറോപ്യൻ ക്രിമിനൽസിന് എന്താ പറയാ, അവർക്ക് യൂറോപ്യൻ ക്രിമിനൽസ് ആണെങ്കിൽ അവർക്ക് കുറച്ച് പണിഷ്മെന്റ് കൊടുക്കൂ, അവരെന്ത് തെറ്റ് ചെയ്താലും. അതും ഇവർക്ക് ഭയങ്കര ഇതായിപ്പോയി, ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നില്ലേ. റിലീജിയസ് കോസസ് എന്ന് വെച്ചാൽ ഈ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസിനെയൊക്കെ ക്രിസ്ത്യാനിറ്റിയിലോട്ട് മതപരിവർത്തനം നടത്താനുള്ള ആ ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ക്രിസ്ത്യൻ മിഷണറിമാരൊക്കെ. ബ്രിട്ടീഷ് ഓഫീസേഴ്സ് റാം മുഹമ്മദ് എന്ന പേരിലൊക്കെ അങ്ങനെ ആ പേരൊക്കെ വിളിച്ച് അബ്യൂസ് ചെയ്തു അവര്. പിന്നെ നമ്മുടെ എന്താ പറയാ ലൊക്കാലിറ്റിയിലുള്ള ഹൈഡൽറ്ററി അതിനെയൊക്കെ എന്ന് വെച്ചാൽ ഹിന്ദു ഡൈറ്റീസിനെയൊക്കെ അവര് എന്താ പറയാ ഇൻസൾട്ട് ചെയ്തു. ഇക്കണോമിക് കോസസ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസസ്, മിലിറ്ററി കോസസ് ഉണ്ട്. ഇക്കണോമിക് കോസസിൽ എന്താണ് വരുന്നത്? ട്രെയിൻ, നമ്മുടെ വെൽത്ത്, നമ്മുടെ ഇന്ത്യയുടെ വെൽത്ത് ട്രെയിൻ ആയിപ്പോലെ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ എന്ന് വെച്ചാൽ സെൽഫിഷ് ആയിട്ടുള്ള ഇക്കണോമിക് പോളിസി നമ്മൾ കേട്ടിട്ടില്ലേ? ട്രെയിൻ ഓഫ് ഇന്ത്യൻ വെൽത്ത്, ദാദാഭായ് നവറോജി ഇന്ത്യൻ ഇക്കോണമിയിൽ പഠിക്കുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ ഇവിടെയുള്ള റോ മെറ്റീരിയൽസിനെ ബ്രിട്ടീഷുകാര് എങ്ങോട്ട് കൊണ്ടുപോകും? അവരുടെ രാജ്യത്തോട്ട് കൊണ്ടുപോയി അവിടുത്തെ ഇൻഡസ്ട്രിയിൽ നിന്ന് അതിന് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആക്കും. ആ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് നേരെ ഇങ്ങോട്ടങ്ങ് ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ അതങ്ങ് മേടിക്കും. അപ്പൊ ഇവിടെ നിന്ന് എന്താണ് ഇവിടുന്ന് ആ സാധനം കൊണ്ടുവരുന്നത് നമ്മൾ തന്നെ നമ്മളെ കൊണ്ട് തന്നെ അത് മേടിപ്പിക്കും, ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആക്കി. അപ്പൊ നമ്മുടെ ഇന്ത്യൻ വെൽത്ത് ട്രെയിൻ ആവുകയാണ് ചെയ്യുന്നത്. സോ ട്രെയിൻ തിയറി ഒക്കെ ഉണ്ട് ദാദാഭായ് നവറോജിയുടെ. അതിന്റെ ഫലമായിട്ടാണ് ഇക്കണോമിക് നാഷണാലിസം തുടങ്ങിയവയൊക്കെ ഇനി നമ്മൾ പഠിക്കും. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് കോസസ് എന്ന് വെച്ചാൽ ലാൻഡ് ലോർഡ്സ് ഓഫ് ബംഗാൾ അവിടെയൊക്കെ അൺട്രസ്റ്റ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തു, അല്ലെങ്കിൽ റെന്റ് ഫ്രീ ആയിട്ട് എസ്റ്റേറ്റുകളൊക്കെ പിടിച്ചെടുത്തു. ആര്? വില്യം ബെന്റിക്, വെരി ഇമ്പോർട്ടന്റ്. ദ ലോർഡ് ഡൽഹൌസി ആ ഒരു ആക്ച്വൽ ഹോൾ തൗസൻഡ്സ് ഓഫ് ജാഗിർസ് അതൊക്കെ പൊസസ് ചെയ്തു ഡെക്കാനില്. അത് ഈ ഔദ് എന്ന് പറഞ്ഞ ഒരു പ്രൊവിൻസ് ഒക്കെ അവര് മിസ്റൂളിന്റെ പേരിലൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. ഹൈ പോസ്റ്റ്, ഹാൻസം സാലറീസ് ഒക്കെ ബ്രിട്ടീഷുകാർക്കേ കൊടുക്കത്തോള്. അപ്പൊ ഇത് ഇന്ത്യൻസിന് ഭയങ്കര ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏത് റിവോൾട്ട് എടുത്താലും ഒരു സൈക്കോളജിക്കൽ ഫ്രസ്ട്രേഷൻ കൂടി നമുക്ക് അറിയാൻ സാധിക്കും. ബ്രിട്ടീഷ് ആർമി അവരുടെ എന്നുവെച്ചാൽ അവര് ഇതേപോലെ അഫ്ഗാൻ വാറും സിഖ് വാറും തുടരെ യുദ്ധങ്ങൾ. അപ്പൊ എക്സ്പെൻഡിച്ചർ കൂടുതലാണ്, അല്ലെങ്കിൽ ക്രിമിയൻ വോർ തുടങ്ങിയ പലതരത്തിലുള്ള. അപ്പൊ ഇതേപോലെ അഫ്ഗാൻ വോർ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയുള്ള മുസ്ലിം സോൾജേഴ്സിനൊക്കെ അഫ്ഗാനിൽ യുദ്ധം ചെയ്യും. കാരണം അവിടെയും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഇല്ലേ, അപ്പൊ അവർക്കൊരു സ്നേഹം കാണത്തില്ലേ. അപ്പൊ എന്നിട്ട് പക്ഷെ അവരെയൊക്കെ ഫോഴ്സ്ഫുള്ളി ഇതേപോലെ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാര് കൊണ്ടുപോകാൻ ചെയ്യും. ഇന്ത്യൻ സിപ്പോയ്സ് എന്ന് വെച്ചാൽ ഫാർ ഓഫ് പ്ലേസസിലൊക്കെ അവര് വർക്ക് ചെയ്താലും അവർക്ക് പേയ്മെന്റ് ഇല്ല. ഓക്കെ, എക്സ്ട്രാ വർക്കിന് പേയ്മെന്റ് ഇല്ല. പോസ്റ്റേജ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഫ്രീ പോസ്റ്റേജ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു പ്രിവിലേജ് സിപ്പോയ്സിനുണ്ട്. അതൊക്കെ വിഡ്രോ ചെയ്തു. എന്ത് പാസ് ചെയ്തിട്ടാ? പോസ്റ്റ് ഓഫീസ് ആക്ട് 1854. ഇപ്പൊ ഇമ്പോർട്ടന്റ് സെന്റേഴ്സ് എന്തൊക്കെയാണ്? മീററ്റ്, ഡൽഹി, ഔധ്, കാൺപൂർ, ജാൻസി ആൻഡ് ഗോളിയോർ. ഇത് പ്രധാനമായിട്ട് പഠിക്കണം. ഇതിന്റെ ലീഡേഴ്സ് പഠിക്കണം. ഒരു ഇന്ത്യൻ മാപ്പ് വരയ്ക്കുക, പ്രധാനപ്പെട്ട റിവോൾട്ട് സെന്റേഴ്സ് വരയ്ക്കുക, അതിനകത്ത് ലീഡേഴ്സും കൂടെ ബ്രാക്കറ്റ് എഴുതുക. അപ്പൊ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, മീററ്റില് ആ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. മെയ് 9, 1857. എത്ര? 85 സിപ്പോയ്സിനെയാണ് കോർട്ട് മാർഷൽ ചെയ്തത്. പുതിയ കാർട്ടേജ് ഒന്നും നമ്മൾ യൂസ് ചെയ്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. കാരണം ഓഫീസേഴ്സിനെ യൂറോപ്യൻസിനെയൊക്കെ അവര് കില്ല് ചെയ്തു. പിന്നെ ഡൽഹിയിലോട്ടൊക്കെ അവര് മാർച്ച് നടത്തി. അങ്ങനെയൊക്കെ കുറെ സംഭവ വികാസങ്ങൾ ഉണ്ടായിരുന്നു.
അല്ല, ഔദക്ക മിസ്ട്രൂളിന്റെ പേരിലൊക്കെ കാൺപൂരില് നാനാ സാഹിബ് കാൺപൂരില് പെഷ്വ ബാജിറാവ് സെക്കൻഡ് അഡോപ്റ്റർ സൺ അദ്ദേഹത്തിന് പെൻഷൻ ഒന്നും പെൻഷൻ നിരസിച്ചു. സോ കാൺപൂരില് താന്തിയ തോപ്പി അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായ താന്തിയ തോപ്പിയാണ് ഇവിടെ റിവോൾട്ട് നടത്തിയത്. കണ്ട ഝാൻസി റാണിയുടെ റിവോൾട്ട്, ഝാൻസി റാണിയുടെ പിക്ചർ കണ്ടതില്ലേ. പിന്നെ മറ്റ് സെന്റേഴ്സ് എന്തൊക്കെയാണ്? ബറേലി, ഖാൻ ബഹദൂർ ഖാൻ, വെരി ഇമ്പോർട്ടന്റ്. അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ തന്നെയാണ് അവിടുത്തെ റൂളർ. ഓക്കെ. ബീഹാറിൽ കൻവർ സിംഗ്, ബനാറസിൽ ഓർഗനൈസ് ചെയ്തത്. ഔട്ട്കം എന്താണ്? ഇതിനെ സപ്രസ് ചെയ്യുന്നു. പിന്നല്ലാതെ ജൂലൈ 1858 സപ്രസ് ചെയ്തു. എന്തൊക്കെയാണ് ഈ റിവോൾട്ടിന്റെ പരാജയത്തിന് കാരണം? വെരി ഇമ്പോർട്ടന്റ്. ഇത് ലോക്കലൈസ്ഡ് അല്ല റിവോൾട്ട് ആണ്, സൗത്ത് ഇന്ത്യയിലോട്ടൊന്നും വന്നിട്ടില്ല. ഇതിന്റെ ഒരു ഇമ്പാക്ട്. പിന്നെ പുവർലി ആയിട്ടാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ബെറ്റർ റിസോഴ്സസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ സ്കേഴ്സിറ്റി ഇവിടെ ഉണ്ടായിരുന്നു, റിസോഴ്സസ് ഇല്ല. മിലിറ്ററി സ്കിൽസ് ഇല്ല. ബ്രിട്ടീഷ് ഒരു അടിപൊളിയാണ്, സ്കിൽസും കാര്യങ്ങളൊക്കെ മിലിറ്ററി സ്കിൽസ് ഉണ്ട്. അപ്പൊ ഈ ലീഡേഴ്സിനൊന്നും അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ. മുമ്പ് റിവോൾട്ട് അധികം നടത്തിയതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അവർക്ക് അതിൻ്റെതായ പോരായ്മകളും കാണും. ഓക്കെ. നേറ്റീവ് പ്രിൻസസ് ഒക്കെ അവർക്കൊന്നും റിവോൾട്ടിലൊന്നും പങ്കെടുക്കാനൊന്നും വയ്യായിരുന്നു. ഓക്കെ. പക്ഷേ ഈ റിവോൾട്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു വിവേകനം തന്നെയായിരുന്നു. ഇതൊരു ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എഫോർട്ടിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാം. പക്ഷെ നമ്മൾ ബ്രിട്ടീഷർ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ പറഞ്ഞത് ഇറ്റ്സ് ജസ്റ്റ് എ മിയർ മിലിറ്ററി റിവോൾട്ട്, ഇത് ജസ്റ്റ് മിലിറ്ററി റിവോൾട്ട് മാത്രമാണെന്നാണ് അവർ പറഞ്ഞത്. അടുത്താണ് ഇമ്പാക്ട്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന്റെ കൺട്രോള് കമ്പനിയിൽ നിന്ന് ക്രോണിലോട്ട് അല്ലെ ക്യൂനിലോട്ട് മാറി. എന്ത് ആക്ട്? വെരി ഇമ്പോർട്ടന്റ്. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ആക്ട് 1858 പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്ത് വന്നിട്ടുണ്ട് ഈ ടോപ്പിക്. ആൻഡ് ഇമ്പാക്ട്. അപ്പം ക്യൂൻ പറയാണ് ഞാൻ നിങ്ങൾക്ക് റൈറ്റ്സ് ആയാലും ഡിഗ്നിറ്റി ആയാലും പ്രോമിസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇന്ത്യൻ ആർമി റീഓർഗനൈസ് ചെയ്തു. സ്റ്റിക്കായിട്ട് ഗുർഖാസ് ആൻഡ് പത്താൻസ് അങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്തു. മുഗൾ ഡൈനാസ്റ്റി എന്ത് ചെയ്തു? ബഹദൂർ ഷാ സെക്കൻഡിന് ശേഷം ഇത് എന്ത് ചെയ്തു? എന്നിട്ട് ബ്രിട്ടീഷ് ക്രോൺസിനെ ഡയറക്റ്റ്ലി റൂൾ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. ഫ്രീഡം ഓഫ് റിലീജിയൻ ഒക്കെ ഗ്രാൻഡ് ചെയ്തു. റേഷ്യൽ ഒപ്പോസിഷൻ എങ്കിലും ഇൻക്രീസ് ആയി കേട്ടോ. പക്ഷെ കൂടുതൽ പേരും ഈ അഡ്മിനിസ്ട്രേഷനിലോട്ടൊക്കെ വരാൻ തുടങ്ങി. പക്ഷേ ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇതാണ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, ഭിന്നിപ്പിച്ചു വരിക. ഇതാണ് പിന്നീട് 1847 പാർട്ടീഷനൊക്കെ നയിച്ചത്. ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും നമ്മുടെ ഇക്കോണമി അവന്മാർ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. ചുരുക്കത്തിൽ പറഞ്ഞ 1857 എന്ന് പറഞ്ഞൊരു റിവോൾട്ട് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഈവന്റ് ആണ്. പലതരത്തിൽ നമുക്കൊരു സെൻസ് ഓഫ് എക്സ്പീരിയൻസ് എന്ന നിലയിൽ ഇത് ഇന്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ. അത് നമുക്കൊരു എന്താ ഒരു ഫ്രീഡം മൂവ്മെന്റിന്റെ ഒരു ആദ്യത്തെ ഒരു വേർഷൻ ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം.